ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ റവ കേസരിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്കുള്ള അണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ചെടുക്കണം. 1 കപ്പ് റവയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് റവ എടുക്കുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെ 2 വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് മധുരം ചേർക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് മധുരം കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ടുകൊടുക്കാം. ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈനാപ്പിൾ ഇട്ടുകൊടുക്കുന്നത്. ഏകദേശം 2 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ റവയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ റവ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല പോലെ ഇളക്കിയെടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പോലെ കട്ടിയായി വരാൻ തുടങ്ങും. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ കുങ്കുമപ്പൂ കലക്കിയെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹാർഡായി വരരുത്, ചെറുതായിട്ട് ലൂസായിട്ട് നമുക്കിത് കിട്ടേണ്ടത്. ഫൈനലി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്